ഇപ്രാവശ്യത്തെ ഓണം എന്തുകൊണ്ട് അടിപൊളിയായിരുന്നു. കാരണം എന്താ വെച്ചാൽ ഞാൻ ജോർദാനിൽ വർക്ക് ചെയ്തതിന് ശേഷം വന്നിട്ട് ഫസ്റ്റ് ഓണമായിരുന്നു. അപ്പോൾ രാവിലെ തന്നെ നമ്മുടെ മത്തം കൂട്ടാൻ വേണ്ടി വന്നു. അവിടെ എത്തി നോക്കുമ്പോൾ നമ്മുടെ സോബനെ മുണ്ടുപിടിപ്പിച്ച് കളിക്കുന്നുണ്ട്. അത് കഴിയുമ്പോൾ കള്ളാർ അമ്പലത്തിൽ എന്താൾ മോനെ, നമ്മൾ അറിയുന്നതും അറിയാത്തവരുടെ ഇഷ്ടം പോലെ ആൾക്കാർ അമ്പലത്തിലുണ്ടായിരുന്നു. പിന്നെ ഓണമല്ലേ, എല്ലാവരും വരുമല്ലോ. പിന്നെ നമ്മുടെ കൂട്ടുകാരെല്ലാവരും വന്നു, എല്ലാവരും കൂടി ചിരിച്ചൊരു സെൽഫി എടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. ഓണമായാലും ക്രിസ്മസ് ആയാലും നമ്മളെല്ലാവരും ഒരുമിച്ചുണ്ടാവും. അതാണ് ഞങ്ങളുടെ കൂട്ടുകാരുടെ ഒത്തൊരുമ. ഇത്രയുള്ള എല്ലാവരും തന്നെ പല നാട്ടിൽ പല ജോലിയിൽ ഏർപ്പെടുന്ന ആൾക്കാരാണ്. ഓണം, ക്രിസ്മസ് അതുപോലെ വലിയ വലിയ പരിപാടിക്ക് മാത്രമേ എല്ലാവരും ഒത്തുകൂടുള്ളൂ. ആ ഒത്തുകൂടുമ്പം എല്ലാവരും കൂടി ഇങ്ങനെ വർത്തമാനം പറയുമ്പോൾ കിട്ടുന്നൊരു സുഖമുണ്ടല്ലോ, എൻ്റെ മോനെ. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് പഠിപ്പിലേക്കാണ്. പഠിപ്പിലാണ് അമ്മ വീട്. അമ്മ വീട്ടിൽ പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ മോനെ സദ്യയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഓണത്തിന് ഓണസദ്യ ഉച്ചയ്ക്ക് അത് അടിപൊളിയായിരിക്കണം. അതിവിടെ അടിപൊളിയായിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ പുറത്തൊക്കെ നമ്മൾ നിൽക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് ഇതാണ്. എല്ലാവരും കൂടി ഒരുമിച്ച് വട്ടത്തിരുന്ന് ആ സദ്യ കഴിക്കുന്ന ആ ഒരു ബഹളവും കാര്യങ്ങളും എല്ലാം നമ്മൾ പുറത്ത് ജോലി ചെയ്യുന്നവർ, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെല്ലാം ജോലി ചെയ്യുന്നത്, പഠിക്കാൻ പോയ ആൾക്കാർ എല്ലാവരും മിസ് ചെയ്യുന്നൊരു പ്രധാനപ്പെട്ട കാര്യമാണിത്. ഞാനിത് പറയാൻ കാരണം 2 വർഷം ഞാൻ നല്ലോണം മിസ് ചെയ്തൊരു പ്രധാന കാര്യമാണിത്. പിന്നെ ശരിക്കും പറഞ്ഞാണല്ലോ ഇതാണ് വൈബ്. എല്ലാവരും കൂടി ഒരുമിച്ച് ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് പായസമൊക്കെ കുടിച്ച് ഞങ്ങൾ നേരെ പോയത് അടുത്തത് ഓണക്കളികളാട്ടോ. ഓണക്കളികൾ ആ സാധനം ഞങ്ങൾ പറഞ്ഞു കൊടുക്കും. അവൻ നോക്കട്ടെ. അമ്മ അടിക്കും. അമ്മേനെ അവിടെ ആക്കിയിട്ട് പോകും കേട്ടോ. അമ്മ എഴുതി ചോദിച്ചതിന് ചെറുതെടുക്കാൻ പറ്റൂലോ. കടിക്ക് കടിക്ക്. കടിക്ക്. നീ കൈ വിട്. അവിടെ വിട്. അത് വിട്. ഒറ്റക്ക് ഇംഗ്ലീഷ് ആയോ? പണ്ടൊക്കെ മലയാളം പറയുന്ന പിള്ളേരായിരുന്നു. നീ അത് കയ്യെന്ന് വിട്. ഇനി കടിച്ചെടുക്ക്. ആ കടിച്ചോ. ചേച്ചി ഏൽപ്പിക്കുകയും ചെയ്തു. ചേച്ചി പുതിയ കളിയെല്ലാം കൊച്ചിന് പഠിച്ചെടുക്കും. ചേച്ചി ഇത് കൊത്തക്കാല് കളിക്കുമല്ല. അതിലെറിയിപ്പിക്ക. അടുത്തെത്തിടാ. മുട്ട കുറച്ച് ചെരിഞ്ഞു പോയാ. 5 പാഴോ. ഞാൻ മറ്റേ 1 2 3 അയ്യേ തോറ്റ്. റെഡി ചേച്ചി നോക്ക് കേട്ടോ. അവരെ ഉടായിപ്പാക്കും. വലിയ പിള്ളേരാ. അജില് പ്രത്യേകിച്ച്. അജിന് എനിക്കൊരു വിശ്വാസമില്ല.
സിമിയാന്റെ എക്സ്പീരിയൻസ്. അതാ നീ കയ്യും എടുത്തോണ്ടു. നാരങ്ങോ അർജന്റ് ഫോണ് ഫോൺ കോൾ അർജന്റ്. അതെ ഓടിക്കോ ഓടിക്കോ ഓടിക്കോ. കണ്ട കൊച്ചു